അതുപോലെ തന്നെ ഈ ഹുബൈൽ കെ പി എന്ന് പറയുന്നത് ചെറിയൊരു ബ്രാഞ്ചാണ്. അതിൽ നമ്മൾ തലയാണ് തകർക്കാറുള്ള. തലയെന്ന് പറയുന്നത് ഈ ജോയി ജോസഫ, HBL എന്ന് പറയുന്ന മെയിൻ GM എന്ന് പറയുന്നത് ജോയി ജോസഫ. അവൻ്റെ കൺട്രോളിലുള്ള ഈ 956 ബ്രാഞ്ചും വരുന്നത്. ഈ അതായത് ഇതൊരു വിതരണ സ്ഥാപനമാണ്, മാർക്കറ്റിംഗ് സ്ഥാപനമാണ്. അവർ ചെയ്യുന്നതാണ്, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട്. ജോയി ജോസഫ് GPL-ന്റെ മെയിൻ GM. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൈമാറാനും ട്രോഫി നൽകാനും ഒക്കെ അദ്ദേഹം വരാറുണ്ട്. പുള്ളിക്കാരൻ വരാറുണ്ട്. പ്രൊമോഷനും പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹുബൈലിനെയും വിളിച്ചിട്ട് ഗോൾഡ് കോയിൻ അങ്ങനെയുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന്റെ വീഡിയോസൊക്കെ നമുക്ക് ട്രെയിനീസിനൊക്കെ കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. പുള്ളിക്കാരന് മന്ത്ലി ബോണസ് മാത്രം 4 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, 5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതിൻ്റെ ബിസിനസ് അനുസരിച്ചാണ് എനിക്ക് ബോണസ് വരെ തരുന്നത്. ഏതെങ്കിലും കമ്പനി മാസം ബോണസ് തരുമോ എന്നൊക്കെ ചോദിച്ച്. ഇതൊക്കെയാണ് അവിടുത്തെ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്തും. അതുപോലെ തന്നെ ഈ ലേഡീസിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. മാസത്തെ ഒരു വീക്കിലി അവർക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ വരും. ആ പീരീഡ്സിൽ വരെ ഇവർ ഫീൽഡിൽ വേഗം തൂക്കി പോകുന്നു. എത്ര വയ്യെന്ന് പറഞ്ഞാലും തലവേദനയെന്ന് പറഞ്ഞാലും വയറുവേദനയെന്ന് പറഞ്ഞാലും അവരെ ഫീൽഡിൽ വേഗം തൂക്കി 25 കിലോ 30 കിലോ വേഗം തൂക്കി അവരെ എന്നിട്ടാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന് പറഞ്ഞ് പനിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഈ പെൺകുട്ടികളെ കൊണ്ട് തല്ലിക്കും, അവരെ തിരിച്ചു തല്ലിക്കും എന്ന് പറയും. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ അടികൂടെയൊക്കെ ചെയ്യാറുണ്ട്, തമ്മിൽ അടുപ്പിക്കാറുണ്ട്. അവർക്ക് ലേഡീസ് മാനേജർ തന്നെ ഉണ്ട്. അവരും ഇതിനൊക്കെ നേതൃത്വം നൽകും. അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ ബ്രാഞ്ചിൽ മെയിൻ നേതൃത്വം കൊടുക്കുന്ന ഹുബൈൽ KP വയനാട്. ഈ പരിക്ക് പറ്റിപ്പോയാലോ തല്ലുമ്പോഴോ മറ്റോ പരിക്ക് പറ്റിയാലോ? പരിക്ക് പറ്റിയാൽ അവിടെ കിടക്കുക. ഫോൺ പോലും തരത്തില്ല. അന്നത്തെ ദിവസം ഫോണേ തരത്തില്ല. പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഫോൺ തരത്തില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ ഫോൺ യൂസ് ചെയ്യാം. നിങ്ങൾ ആരും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ വല്ലതും വിളിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത് മാനേജർ വന്ന് നിൽക്കും, നമ്മൾ വീട്ടിൽ എന്താണ് പറയുന്ന എന്നൊക്കെ അറിയാൻ വേണ്ടി. അവർ പറയുന്ന സമയത്ത് മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂ. പറയുന്ന സമയത്ത് മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂ. പിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ പറയും നീ തോനെയും ചീത്ത വിളിക്കുക അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവിടെ ഇട്ടിരിക്കും, പുറത്തേക്ക് വിടില്ല. ഈ ഹുബൈൽ KP-യുടെ മെയിൻ ബ്രാഞ്ച് 5 ബ്രാഞ്ച്. ഞാൻ നിന്ന ടൈമിൽ 5 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഈ പെരുമ്പാവൂർ സ്റ്റേഷൻ്റെ മുറ്റത്ത് തന്നെ അവന്മാരെ 2 ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ പീഡന കേസ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പോലും അധികാരികൾ നമ്മൾ പെരുമ്പാവൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് സാറേ ഇതുപോലെ ഈ ഇന്ന ടൈമിൽ പോയാൽ നമുക്ക് റെയ്ഡ് നടത്തിയ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സാറിന് മനസ്സിലാവും, ഇന്ന ടൈമിൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞാൽ അത് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരെ 5 A4 സൈസ് പേപ്പറിലെ പരാതി എഴുതി കൊടുത്ത് ആ പേപ്പർ എടുത്ത് മടക്കി അവിടെ വെച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് വിട്ടു. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ അന്വേഷിക്കാൻ.